അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന കുട്ടികൾ മരിച്ചു. ഇളയ മകൾ 4 വയസ്സുകാരി എമിലിന മരിയ മാർട്ടിനും 6 വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിനുമാണ് മരിച്ചത്. മരിച്ച കുട്ടികളുടെ മൃതദേഹം ഇന്ന് പാലക്കാട്ടേക്ക് കൊണ്ടുപോകും. അമ്മയും മറ്റൊരു കുട്ടിയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നിതിൻ അംബുജനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, കൊച്ചിയിലെ ആശുപത്രിയിൽ ആണ് ഇവർ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അമ്മയുടെയും ഒരു കുട്ടിയും കൂടെയുണ്ടല്ലോ. അപ്പോൾ ആ കുഞ്ഞിൻ്റെയും ആരോഗ്യ നില അതിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ് നിതിൻ? സ്മിത 37 വയസ്സുകാരെ എൽസി മാർട്ടിൻ, അതോടൊപ്പം തന്നെ 10 വയസ്സുകാരെ അലീന മരിയ മാർട്ടിൻ, ഇരുവരുടെയും ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. 6 വയസ്സുകാരനായ ആൽഫ്രഡ് മാർട്ടിനും അതോടൊപ്പം 4 വയസ്സുകാരി എമിലീന മാർട്ടിനുമാണ് ഇന്ന് ഏതാണ്ട് 2:30 മണിയോടുകൂടി തന്നെ ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്. നിലവിൽ ഇപ്പോൾ ചിറ്റൂരിലുള്ള പോലീസ് സംഘം പാലാരിവട്ടത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിയിലെത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. വൈകാതെ ഇരുവരുടെയും മൃതദേഹം പാലക്കാട് പല്ലൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. നാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ എന്ന് തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും എൽസിയുടെയും അതോടൊപ്പം തന്നെ അലീനയുടെയും ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നതും. രാത്രി 10-ഓടുകൂടി തന്നെ 3 പേരെയും അതോടൊപ്പം അലീന ഒഴികെയുള്ള മറ്റ് 3 പേരെയും ഇവിടെ പാലാരിവട്ടത്തെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. പക്ഷേ ഉച്ചയോടുകൂടിയാണ് ആൽഫ്രഡിന്റെയും എമിലീനയുടെയും മരണം സംഭവിച്ചത്. അലീനയെ ഇന്ന് രാവിലെയാണ് പാലാരിവട്ടത്തെ ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോൾ ചികിത്സ ഉറപ്പാക്കി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ബേണിംഗ് ICU അടക്കമുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പാലാരിവട്ടത്തെ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. പക്ഷേ ആൽഫ്രഡിന്റെയും എമിലീനയുടെയും പരിക്ക് ഏതാണ്ട് 60% മുകളിലാണ് പൊള്ളലേറ്റത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമം ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ മരണം സംഭവിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇവരുടെയും നടപടികൾ പാലാരിവട്ടത്തെ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.